ഇന്നത്തെ ആൽത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ്. തിന്നിലാപുരം. മെയ് മാസം 31 ഇന്ന് വരുന്നത് വെള്ളിയാഴ്ച. മാസം 17 ദുൽഖഅദ് 22 വരുന്നത്. KSRTC ബസ്സിൽ പെറ്റു. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടുള്ള തൊട്ടിൽ പാലം പറയുന്ന സ്ഥലത്തേക്ക് പോകണ സൂപ്പർ ഫാസ്റ്റിൽ ബസ്സിലാണ് മലപ്പുറത്തു നിന്നുള്ള ഒരു പെണ്ണ് പെറ്റത്. വയറുമായിട്ട് വയറ്റുകാരി പെണ്ണ് ബസ്സിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോഴേ ആൾക്കാർ വിചാരിച്ചു ഇത് വീടെത്തില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കാര്യം നടക്കുമെന്ന് വിചാരിച്ചു. അവിടെ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തിന് മുമ്പായിട്ടുള്ള അമല ആശുപത്രിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പെണ്ണിന് വയറുവേദന വന്നത്. അപ്പം തന്നെ KSRTC നേരെ അമല ആശുപത്രിൻ്റെ കാസ്വാലിറ്റിയിലേക്ക് വിട്ടാക്കി ബസ്. അതിന് മുന്നേ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഡോക്ടറിന് നേഴ്സ് പെണ്ണുങ്ങളെ. അവർ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ വന്ന് ബസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും പകുതി പ്രസവം കഴിഞ്ഞു. ഒരു ഭാഗം ബസ്സിൻ്റെ ഉള്ളിൽ മുളഞ്ഞിട്ട് ആ പെണ്ണിനെ സുഖപ്രസവത്തിലാക്കിയിട്ട് കുട്ടിനെയും തള്ളനെയും പ്രസവ വാട്ടിക്ക് കൂട്ടിയിട്ട് പോയി. കൂടെ കെട്ടിയവനും ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കലാണ് അത് സംഭവിച്ചത്. സർവീസ് റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചപ്പറമ്പ് ലുലു മാളിൻ്റെ അവിടെ തുടങ്ങിയിട്ട് കൊഴലമന്നം ചെതലി എരുമൂറ് വഴി ആലത്തൂർ വരെ സർവീസ് റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്തും മേൽപ്പാലത്തിൽ കൂടെ വണ്ടികൾ കടത്തി വിടുന്നില്ല. അവിടെയൊക്കെ തട്ടും തടിയായിട്ട് ഓരോ സ്റ്റൂളുകൾ വെച്ച് വണ്ടികൾ തടുത്തിട്ട് ചോട്ടിൽ കൂടെയുള്ള പാതി കൂടെ വേണം വിടാൻ. കൊല്ലം വന്നിട്ട് അതിൽ കൂടെ വന്നിട്ട് അങ്ങനെ എരുമൂര് തോട്ടുപാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെയും ചോട്ടിക്കാൻ ഇറങ്ങണം. അങ്ങനെ അതിൽ കൂടെ പോയിട്ട് ഒന്നുകിൽ കിണ്ടി പൊക്കുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെ കുരുകുലത്തിന് മുമ്പുറം വഴി പോവുക, ഇല്ലെങ്കിലോ നേരെ കണ്ട് വിട്ട് സോതക്കൊട്ടതിൻ്റെ അവിടെ വന്നിട്ട് വണ്ടികൾ നിൽക്കും. മേൽപ്പാലം വൃത്തി പണി നടക്കുകയാണ്. അവിടെയും ഇവിടെയൊക്കെ മാന്തി പൊളിച്ചിട്ടുണ്ട്. കുറേ കാലമായി പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വണ്ടികൾക്ക് ടോളും കൊടുത്തിട്ട് വേഗത്തിൽ എത്തേണ്ട അവിടെ എത്താൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. കൊയിലമന്നത്ത് റോട്ടിൻ്റെ നടുക്ക് വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു മട ആയതുകൊണ്ട് ചുറ്റും പ്ലാസ്റ്റിക്കിൻ്റെ സൂളുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. JCBൻ്റെ കൈ കൊണ്ട് മാന്തി വലിയൊരു കുഴിയാക്കിയിട്ട് അവിടെ മേൽപ്പാലം വരികയാണെന്നാണ് പറയുന്നത് കേട്ടത്. എല്ലാവിടെയും തന്നെയാണ് അവസ്ഥ. തിക്കും തിരക്കുമായിട്ട് മുട്ടി ഇരുമ്പരിക്കുന്ന പോലെയാണ് പല വണ്ടികളും പോണത്. തീർക്കപ്പെട്ട അവിടെയും പോകാനും പറ്റില്ല, വരാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എത്തി. അയിലൂര് കുരങ്ങന്മാരുടെ ശല്യം കൂടി വരുന്നു. തുണികൾ അയലിൽ ഉണക്കാനിട്ട് വരുമ്പോഴേക്കും കാണുന്നില്ല. കുരങ്ങന്മാർ എടുത്തിട്ട് പോവുകയാണ്. കായ്ക്കൊലയും പച്ചക്കറിയൊക്കെ തൊടിയിൽ നിന്നും തോട്ടത്തു നിന്നൊക്കെ ഈ കുരങ്ങന്മാർ കൊണ്ടുപോകുന്നുണ്ട്. തിരുപ്പാളൂർ ഭാഗത്ത് തിക്കും തിരക്കും വണ്ടികൾ തമ്മിൽ ശരിക്കുള്ള വഴി കൂടെ പോകാൻ പറ്റാണ്ട് വക്കാണ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വിസംബരം പറയുന്ന ആലപ്പുഴക്കാരയ്ക്ക് ഒരു കിഴവനിക്കാണ് ലോട്ടറിയിൽ 12 കോടി റുപ്യ കിട്ടിയത്. ആളിന് കിട്ടിയിട്ടുണ്ട്. വിസുവമ്പറിലാണ് മൂപ്പർക്ക് 1ാം സമ്മാനം കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ സ്വഭാവമുണ്ട്. പക്ഷെ ഇത്രയും വലിയ തുക ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. ആറ്റൂർ കോർട്ട് റോട്ടിൽ വണ്ടികളുടെ തിക്കും തിരക്കും കാരണം യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആലത്തൂർ സോതക്കോട്ടതിൻ്റെ അവിടെ നിന്ന് മലമലമുക്ക് വരെയുള്ള റോഡുകളൊക്കെ തിരക്കാൻ. സ്കൂൾ തുറക്കാൻ ആയപ്പോൾ കുട്ടികൾക്കുള്ള നോട്ട് ബുക്ക്, യൂണിഫോം, തുണികൾ വാങ്ങിക്കാനും അട്ടയിടാനുള്ള പേപ്പർ, വട്ടപാത്രം, ചെരുപ്പ്, സ്ലേറ്റും പെൻസിലും വാങ്ങിക്കുന്നതിൻ്റെ ഒരേ തിരക്ക് പീടികളിലൊക്കെ. ഒരു കുട്ടി ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ 9 ആളും ഉണ്ടാവും. പെട്ടെന്ന് കണ്ട കടയിൽ നിറച്ചും തിരക്കാണ്, കച്ചവടം ഉണ്ടെന്ന് തോന്നും.
ഗസയിൽ വീണ്ടും ആക്രമണം. റഫ എന്ന സ്ഥലത്താണ് ഇസ്രായേലിൻ്റെ ആക്രമണം കൂടിക്കൂടി വരുന്നത്. അവിടെ 10 ലക്ഷത്തോളം ആളുകൾ കിട്ടിയ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഒരു തരത്തിലും അവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഹമാസ് സൈനികർ 3 ഇസ്രായേൽ ഭടന്മാരെ വെടിവെച്ച് കൊന്നു. ഇനിയും യുദ്ധം തുടരും. അവിടുന്ന് ഒറ്റ മനുഷ്യന്മാർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ലോക കോടതി പറഞ്ഞു. വഴുകാണ്ട് അറസ്റ്റ് ഉണ്ടാവും. അവർക്കുള്ള എല്ലാ രാജ്യങ്ങളുടെ സഹായങ്ങൾ എല്ലാ തരത്തിലും ഒഴിവാക്കും എന്ന് അപ്പുറമുള്ള രാജ്യക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടിണിയും പരിവട്ടവുമായിട്ട് ഗസയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. മറ്റുള്ള രാജ്യക്കാർ സഹായത്തിന് വേണ്ടി ട്രക്കുകളിൽ ആഹാരപദാർത്ഥങ്ങൾ കൊണ്ടുവന്നാലും അത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഗസ ബ്രിഗേഡിയൻ നേതാക്കൾ പറയുന്നത്. ഡൽഹി ഹൈക്കോടതി തള്ളി. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഈ അബൂബക്കർ അണ്ണൻ്റെ ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. മനോരമ വീക്കിലി വാങ്ങിക്കുമ്പോൾ 2 പാക്കറ്റ് ചായപ്പൊടി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വാങ്ങിയവർക്ക് വായിക്കുകയും ചെയ്യാം, അതോടൊപ്പം ചായപ്പൊടി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ചായപ്പൊടി ഉപയോഗിച്ച് ചായ വെച്ച് കുടിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. 2 പാക്കറ്റ് ചായപ്പൊടിയിൽ ഏറിയ 10 ചായ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലക്ഷദ്വീപിൽ യൂണിയൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.